കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. എന്താണെന്നറിയോ? രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരെല്ലാവരും പറയുന്ന അവർ വിജയിക്കുന്ന അടുത്ത നിയമസഭയിൽ. ഇടതുമുന്നണി പറയുന്നു അവർ മൃഗീയ ഭൂരിപക്ഷം അവർക്ക് ലഭിക്കും. UDF പറയുന്ന അവരിപ്പോൾ തന്നെ ജയിച്ച് നിൽക്കുകയാണ്. BJP പറയുന്നത് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ്. ഇതിലേതാ ശരി, ഏതാ തെറ്റ്? ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. കോൺഗ്രസ് പറയുന്നത് എന്തോന്നറിയോ? അവർ കഴിഞ്ഞ ദിവസം നേരത്തെ മുൻനിര മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് 80 സീറ്റ് വരെ UDF മുൻതൂക്കം ഉണ്ടെന്നുള്ളതാണ്. 80 മണ്ഡലങ്ങളിൽ. ഇന്നലെ KPCC യോഗം കഴിഞ്ഞപ്പോൾ ചില ഭാരവാഹികളൊക്കെ പറഞ്ഞ് 86 സീറ്റ് വരെ അവർക്ക് മുൻതൂക്കം ഉണ്ടെന്നാണ്. ഇടതുമുന്നണി അതായത് CPM നേതാക്കൾ ഒക്കെ പറഞ്ഞത് ഇപ്പൊ നിലവിൽ അവർക്ക് 58 സീറ്റുകളാണ് അവർക്ക് മുൻതൂക്കം വന്നത്. BJP 2 സീറ്റുകളിലും. പക്ഷെ ഇതിലൊക്കെ ഒരു കാര്യം കാണേണ്ടതുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 100 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വന്നു. 118 സീറ്റാണ് കോൺഗ്രസ് കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 118 സീറ്റിലാണ് കോൺഗ്രസ് കേരളത്തിൽ മുന്നിട്ട് നിന്നത്. BJP എത്രയാ? അന്ന് 13. BJP 13 സീറ്റില്. ഈ പറഞ്ഞ ഇടതുമുന്നണി താഴെ പോയി. ഇടതുമുന്നണിക്ക് സീറ്റൊന്നും ഇല്ല. ഇടതുമുന്നണി അന്ന് ഏതാണ്ട് ഒരു 25 സീറ്റിൽ അത്രയൊക്കെ ഉള്ളൂ. അവരിഞ്ഞ് താഴെ പോയി. ഇടതുമുന്നണി അന്ന് 18 സീറ്റ് അപ്പൊ അത്രയായി പോയി. പക്ഷെ ഈ വോട്ടുകളൊക്കെ പോയി എവിടെ പോയി? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകളൊക്കെ എവിടെ പോയി? അന്ന് 115 സീറ്റിൽ UDF ഉണ്ടായിരുന്നു. ഇന്ന് അവർ പറയുന്നത് 86 സീറ്റ് അവർക്ക് കിട്ടും. അപ്പൊ യഥാർത്ഥത്തിൽ അവര് വളർന്നോ, പിന്നെ അവര് താഴോട്ട് പോയോ? 1.5 വർഷം കൊണ്ട് UDFും കോൺഗ്രസും താഴേക്ക് പോയി. കാരണം 111 നിന്നും 86 എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയൊരു വ്യത്യാസമാണ്. ഏതാണ്ടൊരു 45 മണ്ഡലങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് പക്ഷേ 18 സീറ്റായിരുന്നു UDF LDF അന്ന്. ഈ 111 സീറ്റിൽ അന്ന് ലോക്സഭാ വിജയകാലത്ത് അവിടെ UDF തേരോട്ട സമയത്ത് 18 സീറ്റിലായിരുന്നു LDF മുന്നേറിയുന്നത്. അതും നമ്മുടെ തൃശ്ശൂരടക്കമുള്ള പ്രദേശങ്ങളിൽ, കൊല്ലം അങ്ങനെയുള്ള ആ ബെൽറ്റുകളിലൊക്കെ ആയിരുന്നു UDF. CPM ഉം CPI 14 സീറ്റ് CPM, 8 സീറ്റ് CPI, 1 സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അങ്ങനെ ഒരു തൊട്ട് പിന്നാലെ ആധിപത്യം പുലർത്തിയതാണ്. പക്ഷേ അന്ന് ഓർക്കേണ്ടത് 108 സീറ്റിൽ ആ തവണ LDF സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ LDF കയ്യിൽ 108 മണ്ഡലങ്ങൾ അവർ രണ്ടാമത് ലീഡ് ചെയ്യായിരുന്നു. 111 UDF ലീഡ് ചെയ്യുമ്പോൾ 108 ഇവർ രണ്ടാമത് എത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായ കണക്കാണ്. ആ 108 നിന്നും അവർക്ക് ഈ 18 നിന്നും, അതായത് 18 സീറ്റിൽ LDF ലീഡ് ചെയ്തു ആ 2024. ആ 18 നിന്നും ഇത്തവണ LDF കണക്ക് പ്രകാരം, CPM കണക്ക് പ്രകാരം ഏതാണ്ടൊരു 58-60 സീറ്റ് അവർ കിട്ടും എന്ന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കുതിച്ചുകയറ്റം തന്നെയാണ്. ഈ കുതിച്ചുകയറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. BJP ആണെങ്കിൽ 13 സീറ്റിൽ അന്ന് 13 മണ്ഡലങ്ങളിൽ 2024 BJP 13 നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തു. പക്ഷേ ഇത്തവണ ആയപ്പോഴത്തേക്കും വീണ്ടും താണു. കാരണം അവിടെ വോട്ട് ഷെയർ കുറഞ്ഞു. 4% വീണ്ടും കുറഞ്ഞു. അന്ന് അവിടെ വോട്ട് ശതമാനം എത്രയായിരുന്നു? അന്ന് 4% 19%. അന്ന് 20% BJPക്ക് 20% ഒക്കെ ഉണ്ടായിരുന്നു. 19% അവരൊക്കെ ചെറുതായി കാണട്ടെ. അവർക്ക് സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോ അന്ന് സുരേന്ദ്രനായിരുന്നു പ്രസിഡന്റ്. 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 16% മാറി. 4% കുറഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. 4% വോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ ചെറിയ കാര്യമല്ല. 4% വോട്ട് കുറയുന്നതിൽ ഈ 13 മണ്ഡലങ്ങളിൽ നിന്നും BJP തിരിച്ച് BJP ആ സമയം 13 മണ്ഡലങ്ങളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 13 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതായി എത്തുമ്പോൾ 9 എടുത്ത് രണ്ടാമതായിരുന്നു. ആ സുവർണകാലം. ആ വോട്ടൊക്കെ എവിടെ പോയി? എങ്ങോട്ട് പോയി ആ വോട്ട്? ആ വോട്ടാണ് ഇപ്പോൾ BJP പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു അവലോകനം നടത്താം, എവിടെ പോയി. അതായത് ഇപ്പോൾ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകർ തന്നെ എന്തെങ്കിലും ഒരു ഇതിൽ BJPക്ക് ഇട്ട് പണിതിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ ഉൾക്കൊള്ളിക്കില്ല, അപ്പോൾ തന്നെ പുറത്താക്കുമെന്നൊരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഒരു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു അവലോകനം, അരിച്ചു പറയ്ക്കുള്ള ഒരു പഠനം നടത്താമെന്നാണ് BJP പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ കാണാനില്ല. അദ്ദേഹം ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയി എന്നാണ്. പക്ഷെ പോയത് എന്തിനാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ആരാണ്, മേയർ ആരാക്കണം,
അതിൽ വരെ BJPക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ കഴിഞ്ഞ ഇത് ഫലം വന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ട് ഇപ്പം ഒരാഴ്ച കഴിയും. എന്നിട്ട് പോലും ഒരു BJPയുടെ മേയറെ കണ്ടെത്താൻ സംസ്ഥാനത്തിന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു മേയറെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ ഇരട്ടി തപ്പുവാണ്. ഇപ്പൊ BJP ഇപ്പം സ്വാഭാവികമായിട്ടും എന്ത് നടപടി എടുത്താലും BJP കേന്ദ്ര നേതൃത്വവുമായിട്ട് ഒരു ചർച്ച വേണം. ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, ടോപ്പിൽ നിന്ന് ഹെഡിലേക്ക് പോകണം. അല്ലാതെ ഇപ്പൊ CPM ചെയ്തതുപോലെ നേരെ ആര്യ രാജേന്ദ്രനെ പിടിച്ചിരുത്തി പക്വതയില്ലാത്തൊരു പെൺകുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് മൊത്തം തകിടം മറിക്കാൻ പോകുന്നില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അത് നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ, ഒരു അടുത്തിട്ടാൽ മാത്രമേ അതിൽ നിന്ന് ചവിട്ടി നിയമസഭയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ആര്യ രാജേന്ദ്രനെ ഇട്ടിട്ട് പിറ്റേ സമയത്ത് ചാർജ് എടുത്ത ഉടനെ തന്നെ സഖാവ് ഇവിടെ കുറെ നിയമങ്ങളുണ്ട്, പിൻവാതിലുണ്ട്, ലിസ്റ്റ് ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കളിക്കാൻ പറ്റില്ല. അപ്പൊ കൃത്യമായി എക്സ്പീരിയൻസ് ഉള്ള ആളെ പിടിച്ച് തിരുവനന്തപുരം നിയമസഭയിലെ മേയറാക്കി ഇരുത്തിയാൽ മാത്രമേ അതിനെ പറ്റുള്ളൂ. അപ്പൊ അതിന് RSSമായിട്ടൊരു ചർച്ച നടത്തണം, BJP കേന്ദ്ര നേതൃത്വവുമായിട്ട് ചർച്ച നടത്തണം. എല്ലാം അവരുമായിട്ടൊരു ഓപ്പറേഷൻ നടത്തിയാലേ പറ്റും. അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് അന്ന് തന്നെ ഒരു പേര് പ്രഖ്യാപിക്കാം. ഇപ്പൊ VV രാജേഷോ, കരമ രാജ്യത്തോ, VV ഗിരിയോ, ശ്രീലേഖയോ ആരുടെയും ഒരു പേര് പ്രഖ്യാപിക്കാം. പക്ഷെ എല്ലാവരുമായിട്ട് ഒന്ന് കൂടിയാലോചന നടത്തിയതിനു ശേഷം. പക്ഷേ 4% വോട്ട് ഈ പറയുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? ഇവിടെ മറ്റു പാർട്ടികളല്ലേ, ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസ് ആയാലും LDF ആയാലും മറ്റു ഏത് പാർട്ടി ആയാലും ശരിയാണ്, അവരെ വിജയിച്ചു കഴിഞ്ഞാൽ, അവരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസിലായിരുന്നു ഇപ്പം കോൺഗ്രസ് ആണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചെടുത്തെങ്കിൽ പിറ്റേ ദിവസം മുതൽ അടി തുടങ്ങുമായിരുന്നു. അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. അതൊക്കെ വെറും മിഥ്യാധാരണ. കാരണം കോൺഗ്രസ് ഒരിക്കലും ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസ് അവിടെ വ്യക്തമായ മുൻതൂക്കം, വ്യക്തമായ ധാരണ വന്നാൽ, വ്യക്തമായ മുൻതൂക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരാളിനെ, ഇപ്പൊ അവര് നേരത്തെ പറഞ്ഞിരുന്നു ശബരിനാഥ് ഇവിടെ ജയിച്ചാൽ, തിരുവനന്തപുരം നഗരസഭയിൽ ശബരിനാഥ് വിജയിച്ചു, ഭരണം അവർക്ക് കിട്ടിയാൽ, കൂടുതൽ മുൻതൂക്കം അവർക്കുണ്ടായാൽ ശബരിനാഥ് ആയിരിക്കും ചെയർമാൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആയില്ല, അത് മുൻതൂക്കം കിട്ടിയില്ല. പക്ഷെ ശബരിനാഥ് ജയിച്ചു. ശബരിനാഥ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്നുള്ള പാർലമെന്ററി പാർട്ടി ലീഡർ, ശബരിനാഥ് ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളൊക്കെ ഈ പറയുന്നു, നിങ്ങൾ മുമ്പേ ഒത്തിരി കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 58 സീറ്റിൽ മുൻതൂക്കം വന്നു, UDF 86 സീറ്റ് വരെ ഇപ്പം എത്തി നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ മുമ്പേ പറഞ്ഞു, രാജേഷ് മുമ്പേ എന്താ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുൻതൂക്കം എന്തുകൊണ്ട് വന്നില്ല കോൺഗ്രസ് ആണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പണ്ടുപോലെ നമുക്കറിയാം, ഒരു കേന്ദ്ര പാർട്ടിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമേ 18 സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതെല്ലാം കോൺഗ്രസ് ആ മുൻതൂക്കം. അതവിടെ നിൽക്കട്ടെ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഒഴുക്ക് അങ്ങോട്ട് പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമാണ്, അല്ലെങ്കിൽ ഒരു സെമി ഫൈനലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 വർഷമേ ഉള്ളൂ. അല്ല, അത് ഇപ്പോഴത്തെ അല്ല, കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എപ്പോഴും മുൻതൂക്കം കോൺഗ്രസിനാണ്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എന്നുള്ളതല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറിയും തിരിഞ്ഞും വരും. ഇപ്പൊ കഴിഞ്ഞ തവണയാണ് രണ്ടാം ഭരണം പിണറായി സർക്കാരിന് കിട്ടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണ UDF 86 സീറ്റിൽ, ഈ 86 സീറ്റിൽ ഇപ്പൊ മുൻതൂക്കം നിൽക്കുന്ന 86 സീറ്റ് എന്നുള്ളത് ചിലപ്പോൾ 90-ഓ 100-ഓ ആകാൻ സാധ്യതയുണ്ട്. വ്യക്തമായി അവര് പ്രവർത്തിച്ചാൽ അത്രയും സീറ്റുകൾ വരെ അവർക്ക് വരാൻ സാധിക്കും. അതിൽ കുറച്ച് സീറ്റ് BJP കൊടുക്കണമല്ലോ, എന്നല്ലേ അവർക്കൊരു എൻട്രി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസും BJP നിന്നാൽ മാത്രമല്ല BJPക്ക് ഒരു എൻട്രി ഉണ്ടാക്കി. ഇത്തവണ കേരള നിയമസഭയിലേക്ക് BJP 3 പേരെങ്കിലും, ഒരു 5 പേരെങ്കിലും ജയിപ്പിച്ചെടുത്ത് നിർത്തിയാൽ മാത്രമല്ലേ ഇവിടെ LDFനെ എതിർക്കാനായിട്ട് കോൺഗ്രസിന് ആർജവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതൊക്കെ ചില ഗോസിപ്പുകൾ പറയുന്ന അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരോട് പറയാൻ പറ്റുമോ, നിങ്ങൾ ഈ പാർട്ടിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയില് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ മറ്റു പാർട്ടിക്ക് വോട്ട് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഗോകുലമായിട്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ഒരു ക്രിസ്ത്യൻ ഒരു കളി കളിച്ചു അവിടെ. അന്ന് സുരേഷ് ഗോപി ജയിക്കാൻ കാരണം ക്രിസ്ത്യൻ സോൾഡാരിറ്റിയോട് ഉണ്ടായതാണ്. പക്ഷെ ഇത്തവണ എവിടെ പോയി? പല സഭകളും പല ഇടവകകളും നേരിട്ട് സഭാ നേതാക്കളെ ഇത്തവണ ഈ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് BJP അവിടെ നിർത്തി. BJPക്കാര് പല ക്രൈസ്തവ നേതാക്കളെയും സഭയിലെ മുൻതൂക്കമുള്ള നേതാക്കളെ നിർത്തി. എന്നിട്ട് അവരവിടെ ജയിച്ചുപോയി. ഇത്തവണ BJPയുടെ ആദ്യത്തെ അസസ്മെന്റ് വരേണ്ടത് തൃശ്ശൂരിൽ നിന്നാണ്. അതോടെ പ്രവർത്തകർ അവിടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നൽകുകയും ചെയ്തു. കാരണം സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ തവണ പയറ്റിയ തന്ത്രം
ആ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തൃശ്ശൂർ പാളിപ്പോയി. അവിടെ ഇനി ഇത് നടക്കത്തില്ല എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. കാരണം ഈ വോട്ടെല്ലാം UDF-ൻ്റെ ആണെന്ന് ഓർക്കണം. ആ UDF ആ വോട്ട് തിരിച്ചു പിടിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ അർത്ഥം. അപ്പോൾ അന്ന് സുരേഷ് ഗോപി ജയിക്കാൻ ക്രൈസ്തവരടക്കമുള്ള UDF-ലെ ക്രൈസ്തവരടക്കമുള്ള വിഭാഗം അന്ന് സുരേഷ് ഗോപി ജയിക്കാൻ അന്ന് സമ്മതിച്ചു. അന്ന് ഒരു ദാക്ഷിണ്യം കൂടാതെ വോട്ട് ഒഴുകി കൊടുത്തു. പക്ഷെ ഇത്തവണ എന്തായി? തൃശ്ശൂർ ഡൗണായി പോയി. ഒരു കുഴപ്പമുണ്ട്, UDF നിർത്തുന്ന സ്ഥാനാർത്ഥികളെ UDF-ൽ ഉള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് കാര്യം വരുന്നുണ്ടാവുന്നത്. എന്നിട്ടും തൃശ്ശൂർ ജയിച്ചില്ലല്ലോ. തൃശ്ശൂർ BJP നിർത്തിയ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാക്കാരെ ജയിച്ചു ഇത്തവണ. എല്ലാവരും 8 നില പൊട്ടി. അത് മാത്രമല്ല, അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, UDF-ന്റെ വോട്ടുകളൊന്നും തന്നെ BJP കയറിയിട്ടില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ കയറിയതിന് അത്രയും ഇവിടെ വന്നിട്ടില്ല. UDF-ന്റെ വോട്ട് എന്നുള്ളതല്ല, അവിടെ ക്രൈസ്തവരാണ്. ക്രൈസ്തവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ BJP-ക്കല്ല കിട്ടിയത്, അവിടെ സുരേഷ് ഗോപിക്കാണ് കിട്ടിയത്. സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്കാണ് അവിടെ ക്രൈസ്തവർ വോട്ട് ചെയ്തത്. അതിനുശേഷം നടന്ന മണിപ്പൂർ സംഭവങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി പോകണം. പക്ഷെ ഇവിടെ നമ്മളത് പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല. കാരണം അത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളവരെ പിടിച്ച് ജയിലിലിടുന്നു. അവിടുത്തെ ഉള്ള ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കുന്നു. അവിടെ അവരെ സംഘപരിവാർ കൂട്ടം ചേർന്ന് അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു, അവരെ ആക്രമിക്കുന്നു. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ക്രൈസ്തവർ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ സഹോദരങ്ങളെയാണ് അവരവിടെ ആക്രമിക്കുന്നത്. അപ്പൊ അവിടെ ഒരു നിയമവും നീതിയും, ഇവിടെ വേറൊരു നിയമവും. ഇതെന്തുവാ? അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ക്രൈസ്തവർക്ക് BJP-യുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ അവിടെ കിട്ടാഞ്ഞത്. ഛത്തീസ്ഗഡിൽ സംഭവിച്ചതുപോലെ ഒരു കന്യാസ്ത്രീ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നു. ഒരു സംശയത്തിന്റെ പുറത്ത് നമുക്ക് ചോദ്യം ചെയ്യാം. ഇപ്പൊ കന്യാസ്ത്രീകളാണ്, ചിലപ്പോൾ അവർ നാളെ തെറ്റായ ഒരു രീതി കൂടെ പൊക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൈസ കണ്ടാൽ ചിലപ്പോൾ കണ്ണ് അന്തളിച്ചു പോയതിരിക്കും. അപ്പൊ ചെയ്യേണ്ട രീതിയിൽ അവർ ചോദ്യം ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ചോദ്യം ചെയ്ത മാത്രമല്ലല്ലോ അവിടെ നടന്ന ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പോയാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും ഗോകുലെ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം അവിടെ നിർത്ത്. പക്ഷെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. BJP-യുടെ ഈ പരിപാടികളൊന്നും, അത് പ്രത്യേകിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത്, ഈ ഉടായ്പ പരിപാടികളൊന്നും ക്രൈസ്തവരുടെ വോട്ട് നേടാമെന്നുള്ള ഉടായ്പൊന്നും നടക്കുകയില്ല. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ്. BJP-യുടെ സത്യപ്രതിജ്ഞ അല്ല, എല്ലാ കൗൺസിലർമാരുടെയും 101 വാർഡിൽ നിന്നും 100 വാർഡിൽ നിന്നും ജയിച്ചവരുടെ, ഒരു വാർഡിലെ വിഴിഞ്ഞത്തെ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, 100 വാർഡുകളിലെ ജയിച്ചവരുടെ സത്യപ്രതിജ്ഞയാണ്. പക്ഷേ BJP-ക്ക് ഇതുവരെ ഒരു മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനായിട്ടില്ല. എന്തായാലും അണിയറയിൽ കളികൾ നടക്കുന്നുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് അറിയുന്നത്. മിക്കവാറും അതൊരു കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ ആകണം. BJP കോൺഗ്രസ് സഖ്യത്തിൻ്റെ, കോബി സഖ്യത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായും മേയറായും ചുമതലയേൽക്കാൻ പോകുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാകാൻ സാധ്യത ഒരു 90% വരുന്നുണ്ട്. കാരണം സ്വതന്ത്രരിൽ ഒരാൾ, 2 സ്വതന്ത്രന്മാരിൽ ഒരാൾ CPM അനഭിമതനാണ്. അദ്ദേഹത്തിന് CPM അദ്ദേഹത്തിന് വേണ്ട എന്നറിയിച്ചിട്ടുണ്ട്. ഇനി CPM-ലേക്ക് തിരിച്ചെടുക്കില്ല, ഒരിക്കൽ പുറത്താക്കിയ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കിയതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഒരു BJP-യുടെയും കോൺഗ്രസിൻ്റെയും സഹകരണത്തോടെ ഒരു പുതിയ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞുള്ള അടുത്ത ദിവസങ്ങളിൽ സംഭവ ബഹുലമാകാൻ സാധ്യതയുണ്ട്. നഗരസഭയിൽ പുതിയ ഭരണം വരുന്നത് BJP കോൺഗ്രസ് സഖ്യമായിരിക്കും. അതൊരിക്കലും നടക്കുകയില്ല. കോൺഗ്രസ് ഒരിക്കലും BJP-യെ സപ്പോർട്ട് ചെയ്യല. മാത്രമല്ല, കോൺഗ്രസ് പാളയത്തിൽ നിന്നും ഇപ്പൊ 19 കൗൺസിലർമാരുണ്ട്. ഈ 19 കൗൺസിലർമാരിൽ ഒരാളിനെ പോലും അടർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഒരാൾ പോലും കൊഴിഞ്ഞു പോവുകയുമല്ല. അതിനുള്ള വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതൊക്കെ അവർ കൃത്യമായി പഠിച്ചിട്ടുണ്ട്, കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും വരത്തില്ല. പക്ഷേ ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നത്, ചിലപ്പോൾ CPM-ഉം കോൺഗ്രസോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും നടക്കുകയില്ല. കാരണം BJP-ക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു കൗൺസിലറെ ദാനം ചെയ്യാൻ കോൺഗ്രസ് എന്താ മണ്ടന്മാരാണ്. കാരണം CPM അത്ര മാന്യതയുള്ള ഒരു പാർട്ടിയാണ്. കാരണം അങ്ങനെ ഒരു സഖ്യം തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരികയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ അത്തരം സഖ്യം CPM തുടരും. അതുകൊണ്ട് തന്നെ CPM അത്തരമൊരു വയ്യാവിലൊരു തലയിൽ വയ്ക്കാൻ CPM-ന് തയ്യാറല്ല, CPM തയ്യാറല്ല. അതുകൊണ്ട് അത്തരമൊരു സഖ്യം എന്തായാലും പ്രതീക്ഷിക്കുകയേ വേണ്ട. CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലൊരു സഖ്യം, അത് മേയർ നഗരസഭാ ഭരണത്തിന് വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം എന്ന് CPM നേതാക്കൾ LDF വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.